സൗദി അറേബ്യയുടെ രാഷ്ട്രീയവും അതുപോലെ രാഷ്ട്രീയപരമായ ചരിത്ര വഴികളിൽ ഏറ്റവും നിർണായകമായ ഒരു മാറ്റത്തിന്റെ ഘട്ടത്തിലൂടെയാണ് ആ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. 7 പതിറ്റാണ്ടിലേറെയായി കാത്തുസൂക്ഷിച്ചു വന്ന മദ്യനിരോധന നിയമങ്ങളിൽ ഇതാദ്യമായി ചില ഇളവുകൾ അനുവദിക്കാൻ ഭരണകൂടം തീരുമാനിച്ചത് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇത് കേവലം വിനോദത്തിനായുള്ള ഒരു മാറ്റമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് ആധുനിക സൗദി അറേബ്യയുടെ ശില്പിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ വിഷൻ 2030 എന്ന ബൃഹത്തായ പദ്ധതിയുടെ ഭാഗം കൂടിയാണ്. എണ്ണയെ മാത്രം ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറി ടൂറിസത്തെയും വിദേശ നിക്ഷേപത്തെയും അടിസ്ഥാനമാക്കി രാജ്യത്തെ പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് സൗദി അറേബ്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ പശ്ചാത്തലത്തിൽ സൗദിയിലെ മദ്യനിരോധനത്തിന്റെ ചരിത്രവും അതിലേക്ക് നയിച്ച കാരണങ്ങളും അയൽ രാജ്യങ്ങളുമായുള്ള താരതമ്യവും ഇപ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ ആഴവും പരിശോധിക്കേണ്ടത് അത്യാവശ്യകരമായ കാര്യം കൂടിയാണ്. സൗദി അറേബ്യയിൽ മദ്യം നിരോധിച്ചത് കേവലം മതപരമായ കൽപ്പനകൾ കൊണ്ട് മാത്രമായിരുന്നില്ല എന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. 1950കളുടെ ആരംഭം മുതൽ അല്ലെങ്കിൽ ആരംഭം വരെ സൗദി അറേബ്യയിൽ മദ്യം പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരുന്നില്ല. അക്കാലത്ത് രാജ്യത്ത് ജോലി ചെയ്യുന്ന വിദേശികൾക്കും നയതന്ത്ര പ്രതിനിധികൾക്കും പരിമിതമായ അളവിൽ മദ്യം നൽകുകയുമുണ്ടായിരുന്നു. എന്നാൽ മദ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1951 ജിദ്ദയിൽ നടന്നൊരു ദാരുണമായ സംഭവം ഈ സൗദി ഭരണകൂടത്തിന്റെ നിലപാട് അടിമുടി മാറ്റിമറിച്ചു. ബ്രിട്ടീഷ് വൈറ്റ് കൗൺസിലായിരുന്ന സിറിൽ ഓസ്മാൻ തന്റെ വസതിയിൽ ഒരു വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. ഈ വിരുന്നിൽ അന്നത്തെ സൗദി രാജാവായ അബ്ദുൽ അസീസ് ഇബ്നു സൗദിന്റെ മകൻ മിഷാരി ബിൻ അബ്ദുൽ അസീസ് രാജകുമാരനും പങ്കെടുത്തിരുന്നു. വിരുന്നിനിടെ അമിതമായി മദ്യപിച്ച രാജകുമാരൻ അക്രമാസക്തനാവുകയും മദ്യം കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വൈസ് കൗൺസിൽ ഇതിന് വിസമ്മതിക്കുകയും ചെയ്യുന്നു. അന്ന് അവിടെ നിന്ന് മടങ്ങിയ 19-കാരനായ രാജകുമാരൻ പിറ്റേന്ന് തോക്കുമായി മടങ്ങിയെത്തുകയും ഉസ്മാനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഈ സംഭവം ബ്രിട്ടനും സൗദി അറേബ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കി. തന്റെ കുടുംബത്തിന്റെ പ്രവൃത്തിയിൽ മനംനൊന്ത അബ്ദുൽ അസീസ് രാജാവ് മകനെ ജയിലിലടയ്ക്കാനും രാജ്യത്ത് മദ്യം പൂർണ്ണമായും നിരോധിക്കാനും ഉത്തരവിട്ടു. 1952 ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും കർശനമായ മദ്യനിരോധനമുള്ള രാഷ്ട്രമായി മാറുകയും ചെയ്തു. ഈ നിരോധനത്തിന് ശേഷം സൗദിയിൽ മദ്യപാനം വലിയ കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. മദ്യം കൈവശം വെക്കുന്നതോ ഉപയോഗിക്കുന്നതോ പിടിക്കപ്പെട്ടാൽ സ്വദേശികൾക്ക് പരസ്യമായ ചാട്ടവാറടിയും തടവും ലഭിച്ചിരുന്നു. വിദേശികളാകട്ടെ ഉടൻ തന്നെ നാടുകടത്തുകയും ചെയ്തിരുന്നു. ഇത്രയും കർശനമായ നിയമങ്ങൾ നിലനിൽക്കുമ്പോഴും രാജ്യത്ത് ഒരു കരിഞ്ചന്ത സജീവമായിരുന്നു എന്നത് രഹസ്യവുമല്ല. വിദേശ എംബസികൾ വഴി ഡിപ്ലോമാറ്റിക് ബാഗേജുകളിൽ എത്തിക്കുന്ന മദ്യം അനധികൃതമായി വിപണിയിൽ എത്തുകയും ചെയ്തിരുന്നു. കൂടാതെ സിദ്ദിഖി എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശികമായി വാറ്റിയെടുക്കുന്ന വീര്യം കൂടിയ മദ്യവും രഹസ്യമായി വിറ്റഴിക്കപ്പെട്ടിരുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള മദ്യം ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകാറുമുണ്ടായിരുന്നു. വ്യാജമദ്യം കഴിച്ച് കാശ് നഷ്ടപ്പെട്ടവരും മരിച്ചവരും നിരവധി പേരാണ്. ഈ അനധികൃത വിപണിയെ തടയുക എന്നതും പുതിയ പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം കൂടിയാണ്. സർക്കാർ നിയന്ത്രണത്തിൽ മദ്യം ലഭ്യമാകുന്നതോടെ ഇത്തരം അപകടകരമായ ശീലങ്ങളിൽ നിന്നും ആളുകൾ പിന്മാറുമെന്നും കൃത്യമായ ട്രാക്കിംഗ് സംവിധാനം വഴി ദുരുപയോഗം തടയാനാകുമെന്നും ഭരണകൂടം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയുടെ ഈ നീക്കത്തെ മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും കാണാൻ സാധിക്കുകയും ചെയ്യും. അതായത് അത്രയും വലിയ വ്യത്യാസങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഐക്യ അറബ് എമിറേറ്റ്സ്, അതായത് UAE, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ പണ്ട് മുതലേ മദ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ലിബറലായ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. ഉദാഹരണത്തിന് ദുബായ് ഒരു ആഗോള ടൂറിസം ഹബ്ബായി വളർന്നതിൽ അവിടുത്തെ ലിബറൽ നിയമങ്ങൾക്ക് വലിയ പങ്കുമുണ്ട്. UAEയിൽ ലൈസൻസുള്ള ഹോട്ടലുകളിലും ബാറുകളിലും മദ്യം സുലഭമായി ലഭിക്കുന്നുമുണ്ട്. അടുത്തിടെ അബുദാബിയിലും ദുബായിലും മദ്യം വാങ്ങുന്നതിനുള്ള വ്യക്തിഗത ലൈസൻസ് സംവിധാനം പോലും ലളിതമാക്കുകയും ചെയ്തിരുന്നു. മദ്യത്തിന് മേൽ ഉണ്ടായിരുന്ന 30% ടാക്സ് പോലും ദുബായ് എടുത്തു മാറ്റിയത് നിക്ഷേപകരെ ആകർഷിക്കാൻ കൂടിയായിരുന്നു. ഖത്തറിലാകട്ടെ 2022 ഫിഫ ലോകകപ്പോടനുബന്ധിച്ച് മദ്യലഭ്യതയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു. സ്റ്റേഡിയത്തിനകത്ത് മദ്യം നിരോധിച്ചെങ്കിലും ഫാൻ സോണുകളിലും പ്രത്യേക ഹോട്ടലുകളിലും മദ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ബഹ്റൈൻ പണ്ടേ അന്നു മുതൽ തന്നെ സൗദിയിൽ നിന്നുള്ള സന്ദർശകർക്ക് പോലും മദ്യപാനത്തിനായി ആശ്രയിക്കാവുന്ന ഒരിടമായി മാറുകയും ചെയ്തിരുന്നു. കുവൈറ്റ് മാത്രമാണ് സൗദിയെ പോലെ കർശനമായ മദ്യനിരോധനം നിലനിർത്താനുള്ള മറ്റൊരു രാജ്യം. എന്നാൽ സൗദി അറേബ്യ ഇപ്പോൾ വരുത്തുന്ന മാറ്റങ്ങൾ തങ്ങൾ ദുബായോടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോടോ, അതായത് അയൽ രാജ്യങ്ങളോടോ മത്സരിക്കാൻ തയ്യാറാണെന്ന വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. റിയാദിനെ ദുബായ്ക്ക് സമാനമായ ഒരു ആഗോള സാമ്പത്തിക കേന്ദ്രമാക്കണമെങ്കിൽ വിദേശികളെ ആകർഷിക്കുന്ന ഇത്തരം നിയമപരമായ ഇളവുകൾ അനിവാര്യമാണെന്ന് ഭരണകൂടം തിരിച്ചറിയുകയും ചെയ്യുന്നു. ഈ പരിഷ്കാരങ്ങളോട് സൗദി പൗരന്മാരുടെ പ്രതികരണം സമ്മിശ്രവുമാണ്. ആധുനിക ചിന്താഗതിയുള്ള യുവാക്കൾ ഇതിനെ രാജ്യത്തിന്റെ പുരോഗതിയുടെ അടയാളമായിട്ടാണ് കാണുന്നത്. വിദേശ സിനിമകൾ കാണാനും സംഗീതങ്ങൾ ആസ്വദിക്കാനും പരിപാടികളിൽ പങ്കെടുക്കാനും സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാനും ഇത്തരത്തിൽ തുടങ്ങിയ മാറ്റങ്ങൾക്കിടയിൽ മദ്യനിയമങ്ങളിലെ ഇളവ് അവർക്ക് വലിയ അത്ഭുതമായി തോന്നുന്നുമില്ല. പ്രത്യേകിച്ചും നയതന്ത്ര പ്രതിനിധികൾ അമുസ്ലിങ്ങൾക്ക് മാത്രമായി ഇത് പരിമിതപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇത് തങ്ങളുടെ മതവിശ്വാസത്തെ നേരിട്ട് ബാധിക്കില്ല എന്നാണ് കരുതുന്നത്. അതായത് മുസ്ലിങ്ങളല്ലാത്ത ഏതൊരാൾക്കും മദ്യപിക്കാനുള്ള സൗകര്യം സൗദി ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്
എടുത്തു പറയേണ്ട, മിതമായ രീതിയിൽ പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായെങ്കിലും രാജ്യത്തിന്റെ വികസനത്തിന് ഇത്തരം മാറ്റങ്ങൾ ആവശ്യമാണെന്ന പൊതുബോധം യുവതലമുറയ്ക്കിടയിലുമുണ്ട്. എന്നാൽ പ്രായമായവരും തീവ്ര മതവിശ്വാസികളും ഈ മാറ്റത്തെ അല്പം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. വിശുദ്ധ നഗരങ്ങളുടെ കാവൽക്കാർ എന്ന നിലയിൽ സൗദി അറേബ്യ മദ്യരഹിതമായി തുടരണമെന്നാണ് ഇവരുടെ ആഗ്രഹവും. പൊതുസമൂഹത്തിൽ മദ്യം ഒരു ടാബുവായി തന്നെ തുടരുന്നുണ്ടെങ്കിലും ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളെ പരസ്യമായി എതിർക്കുന്ന രീതി സൗദിയിൽ നിലവിലില്ലാത്തതിനാൽ തന്നെ പ്രതികരണങ്ങൾ മിക്കവാറും ചർച്ചാ പദ്ധതിക്കുള്ളിൽ ഒതുങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും മദ്യം പൊതുസ്ഥലങ്ങളിൽ എത്താതിരിക്കാൻ സർക്കാർ എടുക്കുന്ന മുൻകരുതലുകൾ വലിയ വിഭാഗം ജനങ്ങൾക്കും ആശ്വാസം നൽകുന്നത് കൂടിയാണ്. ഇപ്പോൾ മദ്യനിരോധനത്തിൽ വരുത്തിയിരിക്കുന്ന ഇളവുകൾ വളരെ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തിരിക്കുന്നതാണ്. ആദ്യഘട്ടമെന്ന നിലയിൽ റിയാദിലെ സ്വതന്ത്ര മേഖല, അതായത് ഡിപ്ലോമാറ്റിക് ക്വാർട്ടറുകളിൽ അമുസ്ലിങ്ങളായ നയതന്ത്രജ്ഞനായ ഒരു പ്രത്യേക മദ്യശാല തുറക്കുകയും ചെയ്യുന്നു. അതായത് അവർക്കായി മാത്രമായി ഒരു മദ്യശാല തുറന്നു. മുമ്പ് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് എംബസികൾ വഴി മദ്യം ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും ഇത് പലപ്പോഴും കരിഞ്ചന്തയിലേക്ക് ചോർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പുതിയ സംവിധാനത്തിലൂടെ ഡിപ്ലോ ആപ്പ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്ത് സർക്കാർ നിശ്ചയിച്ച പോയിന്റ് അടിസ്ഥാനത്തിലുള്ള കോട്ട അനുസരിച്ച് മാത്രമേ മദ്യം വാങ്ങാൻ കഴിയുകയുള്ളൂ. ഇത് കരിഞ്ചന്തയെ ഇല്ലാതാക്കാനും വിതരണം പൂർണ്ണമായും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാക്കാനും സഹായിക്കുകയും ചെയ്യും. 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം ഉണ്ടാവില്ല എന്നും വാങ്ങുന്ന മദ്യം പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നും കർശനമായ നിർദ്ദേശമുണ്ട്. ഡിപ്ലോമാറ്റിക് സ്റ്റോറുകൾക്ക് പിന്നാലെ ചില ടൂറിസ്റ്റ് റിസോർട്ടുകളിലും ഇത്തരം പ്രത്യേക സോണുകൾ വരാനും സാധ്യതകളുണ്ട്. സൗദി അറേബ്യയുടെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. വരാനിരിക്കുന്ന വലിയ കായിക വിനോദ മാമാങ്കങ്ങൾക്ക് ആതിഥ്യത്വം വഹിക്കാൻ രാജ്യം ഒരുങ്ങുക കൂടിയാണ്. 2030 വേൾഡ് എക്സ്പോ, 2034 ഫിഫ ലോകകപ്പ് എന്നിവ സൗദിയിലെത്താൻ പോകുക കൂടിയാണ്. ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ അവർക്ക് നൽകേണ്ട സൗകര്യങ്ങളിൽ മദ്യവും ഒരു ഘടകമായി ഭരണകൂടം കാണുന്നുമുണ്ടാകണം. ഖത്തർ ലോകകപ്പ് സമയത്ത് മദ്യലഭ്യത സംബന്ധിച്ചുണ്ടായ വിവാദങ്ങൾ സൗദി മുൻകൂട്ടി കാണുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിയമങ്ങൾ മാറ്റുന്നതിന് പകരം ഘട്ടം ഘട്ടമായി വിദേശികൾക്കും അമുസ്ലിങ്ങൾക്കും മാത്രമായി ഇളവുകൾ നൽകാനാണ് പ്ലാൻ ചെയ്യുന്നത്. വരും വർഷങ്ങളിൽ ഉയർന്നു വരാനുള്ള അല്ലെങ്കിൽ ഉയർന്ന വരുമാനമുള്ള പ്രവാസികൾ താമസിക്കുന്ന പ്രത്യേക കോമ്പൗണ്ടുകളിലും ചെങ്കടൽ വിനോദസഞ്ചാര പദ്ധതി, അതായത് റെഡ് സീ പ്രോജക്റ്റിലും അതുപോലുള്ള വിദേശികൾക്ക് മാത്രം എത്തുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും നിയന്ത്രിതമായി മദ്യം ലഭിക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. സിന്താല ഐലൻഡ് അതുപോലെ ഈ ലക്ഷറി ടൂറിസം കേന്ദ്രങ്ങളിൽ മദ്യം വിളമ്പുന്നുള്ള നിയമപരമായ പഴുതുകളും സൗദി ഇതിനോടകം തന്നെ അന്വേഷിച്ചും കഴിഞ്ഞു. സാമൂഹികമായി നോക്കിയാൽ ഇതൊരു വലിയ വിപ്ലവം കൂടിയാണ്. പതിറ്റാണ്ടുകളായി മതപരമായ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്ന ഒരു ജനതയ്ക്ക് മുന്നിലേക്ക് പാശ്ചാത്യ സംസ്കാരത്തിന്റെ ചില അടയാളങ്ങൾ കടന്നു വരുന്നത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കും കാരണമാകും. എന്നാൽ ഇസ്ലാമിക തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ് സൗദി കിരീടാവകാശിയുടെ നയം എന്ന് കൂടി പറയേണ്ടി വരും. സൗദി പൗരന്മാർക്കോ മുസ്ലിം വിശ്വാസികൾക്കോ മദ്യം ലഭിക്കില്ല എന്ന് ഗവൺമെന്റ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇത് കേവലം ബിസിനസ് ക്ലാസ് വിദേശികൾക്കും നയതന്ത്ര പ്രതിനിധികൾക്കും വേണ്ടിയുള്ള ഒരു സൗകര്യം മാത്രമാണ്. നിലവിൽ അങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. സിനിമാ തിയേറ്ററുകൾ തുറന്നതും സംഗീത കച്ചേരികൾ, അതുപോലെ DJ പ്ലാനുകൾ, അതുപോലെ അതായത് MDL ബീസ്റ്റ് പോലുള്ള ഇവയെല്ലാം സംഘടിപ്പിച്ചതും സ്ത്രീകൾക്ക് പുരുഷ രക്ഷിതാവില്ലാതെ യാത്ര ചെയ്യാൻ അനുവാദം നൽകിയതുപോലുള്ള പരിഷ്കാരങ്ങളുടെ തുടർച്ചയാണ് ലോകം ഇതിനെ കാണുന്നത്. സൗദി സമൂഹത്തിന്റെ ലിബറലൈസേഷൻ പ്രക്രിയയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണിത്. സാമ്പത്തികമായി നോക്കുമ്പോൾ സൗദി അറേബ്യ വലിയൊരു പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ്. എണ്ണ വിപണിയിലെ അനിശ്ചിതത്വവും ലോകം ഹരിത ഊർജ്ജത്തിലേക്ക് മാറുന്നതും സൗദിയെ നന്നായി ചിന്തിപ്പിക്കുന്നുണ്ട്. വിഷൻ 2030 വഴി രാജ്യത്തെ ഒരു നോൺ ഓയിൽ ഇക്കണോമിയായി മാറ്റുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ദുബായിയെ പോലെ ഒരു ആഗോള ബിസിനസ് കേന്ദ്രമായി മാറണമെങ്കിൽ വിദേശ കമ്പനികൾക്ക് അവിടെ തങ്ങളുടെ ആസ്ഥാനം തുടങ്ങാൻ താല്പര്യമുണ്ടാകണം. വിദേശികൾക്ക് സുഖമായി താമസിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനോ സാഹചര്യമില്ലെങ്കിൽ നിക്ഷേപകർ അത് മടിക്കുകയും ചെയ്യും. റിയാദിൽ തങ്ങളുടെ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അന്താരാഷ്ട്ര കമ്പനികൾക്ക് മുന്നിൽ മദ്യം ഒരു ചർച്ചാ വിഷയമായി പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ മദ്യ നിയമങ്ങളിലെ അയവ് ഒരു സാമ്പത്തിക അനിവാര്യത കൂടിയാണ്. ടൂറിസം മേഖലയിൽ നിന്നും GDPയുടെ 10% വരുമാനം ലക്ഷ്യമിടുന്നത് സൗദിക്ക് വിദേശ സഞ്ചാരികളുടെ താല്പര്യങ്ങൾ അവഗണിക്കാനും കഴിയില്ല. നിയോം പോലുള്ള മെഗാ സിറ്റികൾ യാഥാർത്ഥ്യമാകുമ്പോൾ അവിടെ അന്താരാഷ്ട്ര നിലവാരമുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതും സൗദിയുടെ ബാധ്യതയാണ്. ഇതിനായി ഇസ്ലാമിക നിയമങ്ങളുടെ വ്യാഖ്യാനത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ സൗദി പണ്ഡിത സഭകൾ പോലും തയ്യാറാകുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. സൗദിയിലെ ഈ മാറ്റം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവിടെ നിന്നുള്ള പ്രവാസികളെയും ഇത് ബാധിക്കുകയും ചെയ്യും. ഏകദേശം 25 ലക്ഷത്തോളം ഇന്ത്യക്കാർ സൗദിയിലുണ്ട്. അവരിൽ നല്ലൊരു ശതമാനവും അമുസ്ലിങ്ങൾ തന്നെ, അതായത് മുസ്ലിങ്ങൾ അല്ലാത്തവരാണ്. നിലവിൽ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇളവെങ്കിലും ഭാവിയിൽ ഇത് മറ്റു ഉയർന്ന പ്രൊഫഷണലുകളായ പ്രവാസികളിലേക്കും നീളാൻ ഇത് സാധ്യതയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ
എല്ലാവരിലേക്കും മദ്യം സുലഭമായി എത്തുകയും ചെയ്യും. ഇത് പ്രവാസികൾക്കിടയിലെ അനധികൃത മദ്യപാനവും അതുമൂലം ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങളും കുറയ്ക്കാനും സഹായിക്കും. കൂടാതെ വിദേശികൾക്കായി പ്രത്യേക ലൈസൻസ് സംവിധാനം വരുന്നത് അവർക്ക് കൂടുതൽ സുരക്ഷയും നൽകും. എന്നാൽ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് പ്രവാസികൾ മറക്കാനേ പാടില്ല. പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതോ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതോ പിടിക്കപ്പെട്ടാൽ അത് നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടിയിലേക്ക് നയിക്കുകയും ചെയ്യും. പുതിയ പരിഷ്കാരങ്ങൾ ഒരു കാരണവശാലും സ്വദേശി ജനതയെ ലക്ഷ്യം വെച്ചുള്ളതല്ല എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. സൗദി അറേബ്യയുടെ മാറ്റങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ വളരെ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഈ പരിഷ്കാരങ്ങൾ സൗദി ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ബാലൻസിംഗ് ആക്ട് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. ഒരു വശത്ത് യുവാക്കളുടെ ആഗ്രഹങ്ങളും അന്താരാഷ്ട്ര നിക്ഷേപകരുടെ ആവശ്യങ്ങളും നിറവേറ്റണം, മറുവശത്ത് രാജ്യത്തിന്റെ മതപരമായ അടിത്തറ തകരാതെ നോക്കുകയും വേണം. ഈ ഇരട്ട വെല്ലുവിളിയാണ് MBS എന്ന മുഹമ്മദ് ബിൻ സൽമാൻ നേരിടുന്നതും. മദ്യത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ഈ നിയന്ത്രിത ലഭ്യത എന്ന തന്ത്രം വലിയൊരു പരീക്ഷണം കൂടിയാണ്. ഇത് വിജയിക്കുകയാണെങ്കിൽ സൗദി ലോകത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഹജ്ജ്, ഉംറ തീർത്ഥാടകരുടെ പുണ്യഭൂമി എന്ന നിലയിൽ മക്കയും മദീനയും ഈ നിയമങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറ്റി നിർത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പാരമ്പര്യം മുറിവേൽക്കാതെ തന്നെ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ കഴിയുമെന്നാണ് ഗവൺമെന്റും കരുതുന്നത്. മതപരമായ കോട്ട എന്ന നിലയിൽ ഇത് ആ നിലകളിലെല്ലാം നിന്ന് ഒരു ആഗോള ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിലേക്ക് കൂടി സൗദി അറേബ്യയുടെ മാറ്റം അവിശ്വസനീയം കൂടിയാണ്. റെഡ് സീ ഗ്ലോബൽ പോലുള്ള പ്രോജക്റ്റുകളിൽ വരാനിരിക്കുന്ന ലക്ഷറി ക്രൂയിസ് കപ്പലുകളിലും മദ്യം അനുവദിക്കപ്പെടണമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര കപ്പലുകൾ സൗദി സമുദ്രത്തിലായതിനാൽ അവിടെ എത്തുമ്പോൾ മദ്യം വിളമ്പുന്നതിലെ വിലക്കുകൾ നീക്കം ചെയ്യുന്നത് ക്രൂയിസ് ടൂറിസത്തിൽ വളർത്തുകയും ചെയ്യും. ഇതുകൂടാതെ ടൂറിസം മന്ത്രാലയവും പൊതുസുരക്ഷാ വിഭാഗവും തമ്മിൽ ഏകോപിപ്പിച്ചുകൊണ്ട് മദ്യലഭ്യതയ്ക്കുള്ള സോണുകൾ കർശന നിരീക്ഷണം ഉറപ്പാക്കാനും സൗദി പദ്ധതി ഇടുന്നുണ്ട്. ഇതുവഴി സാമൂഹികപരമായ സുരക്ഷിതത്വം ഉറപ്പാക്കാനും മദ്യപാനം മൂലമുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനും സാധിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പുതിയ അധ്യായം കൂടിയാണിത്. 1952 ആ ദാരുണമായ വെടിവെപ്പിന് ശേഷം രാജ്യം തിരഞ്ഞെടുത്ത അടഞ്ഞ പാതയിൽ നിന്നും പുറത്തു കടക്കാനുള്ള ശ്രമം. എന്നാൽ ഈ മാറ്റങ്ങൾ വളരെ കരുതലോടെയാണ് നടപ്പിലാക്കുന്നത്. രാജ്യത്തിന്റെ മതപരമായ സ്വത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനിക ലോകത്തോട് ചേർന്ന് നിൽക്കാനുള്ള സൗദിയുടെ ആഗ്രഹം ഇതിൽ വ്യക്തവുമാണ്. മദ്യനിരോധനത്തോടെ ഈ ഭാഗികമായ ഇളവുകൾ സൗദിയുടെ ലിബറൽ രാജ്യമാക്കുക മാറ്റുമോ എന്നുള്ളതും അതോ അതീവ സുരക്ഷയുള്ള വിദേശി മേഖലകളിൽ മാത്രമായി ഒതുങ്ങുമോ എന്നുള്ളതും വരും വർഷങ്ങളിൽ കണ്ടറിയേണ്ടത് കൂടി. എങ്കിലും ഒന്ന് വ്യക്തമാണ്, മാറ്റത്തിന്റെ കാറ്റ് സൗദിയുടെ മണൽപ്പരപ്പുകളിൽ വീശി തുടങ്ങിയിരിക്കുന്നു. അത് കേവലം ഒരു പാനീയത്തിന്റെ ലഭ്യതയിലല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ സ്വയം തുറന്നിടാനുള്ള രാജ്യത്തിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രതിഫലിക്കുന്നുണ്ട്. ഇസ്ലാമിക നിയമങ്ങളും ആധുനിക സാമ്പത്തിക നയങ്ങളും എങ്ങനെ ഒത്തുപോകും എന്നതിൻ്റെ ആഗോള മാതൃകയായി സൗദി അറേബ്യ മാറുകയാണ്. കരിഞ്ചന്ത ഇല്ലാതാക്കാനും സുതാര്യമായ രീതിയിൽ വിദേശികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കാനും ഈ പുതിയ നിയമം സഹായിക്കുമെന്ന കാര്യവും ഉറപ്പ് തന്നെയാണ്. വരും ദശകങ്ങളിൽ സൗദി അറേബ്യയുടെ മുഖച്ഛായ തന്നെ ഈ മാറ്റങ്ങൾ കൊണ്ട് മാറിയേക്കാം. എണ്ണയേക്കാൾ തിളക്കമുള്ള ഒരു വിനോദസഞ്ചാര സാമ്പത്തിക ശക്തിയായി സൗദി മാറുന്നത് ലോകം ഉറ്റുനോക്കുക കൂടിയാണ്. ഇത്രയും കാലം അസാധ്യമെന്ന് കരുതിയ മാറ്റങ്ങൾ ഓരോന്നായി നടപ്പിലാക്കുന്നതിലൂടെ പുതിയ സൗദി എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം വേഗത്തിൽ നടന്നെടുക്കുക കൂടിയാണ്.